സമയത്ത് തന്നെ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം. അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു വർഷവും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കണം എന്നുള്ള തോന്നൽ നമുക്ക് ആ സമയത്ത് തോന്നുമല്ലോ. നമ്മൾ എന്താണ് നമുക്കത് ഫീൽ ചെയ്തത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ, ആ സമയത്ത് പ്രതികരിക്കണം. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതികരണമല്ല, അത് വേറെ എന്തെങ്കിലും ആവശ്യമായിരിക്കും. എനിക്കറിയില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ആ സമയത്ത് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല, പിന്നെ വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും. അത് കറക്റ്റ് കാര്യം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് നിന്നോട്ടെ, ബാഗ് തട്ടി ഞാനങ്ങ് പോയി. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫിൽ ഓരോ അനുഭവമുണ്ട്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളടുത്ത് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ചിലപ്പം ഷോക്കായി പോകും. നമ്മൾ ആ ടൈമിൽ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അങ്ങനത്തെ അവസ്ഥയിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ അവസ്ഥയുണ്ട്. കരഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് പറയേണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അത് പ്രതികരിച്ചു. അവിടെ നമ്മളിപ്പോൾ പിടിക്കുന്ന പിടികളിലായാൽ പോലും ഒരാളെ നമ്മളെ പിടിക്കുമ്പോൾ അറിയാം ഏത് രീതിയിൽ അവർ പിടിക്കുന്നതെന്ന്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ പിടുത്തം പിടിക്കുമ്പം നമ്മൾ പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധാരണയാണോ എന്ന് നമ്മൾ പെട്ടെന്ന് ഷോക്കായിപ്പോൾ. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടെ ആകുമ്പോൾ ഷോക്കാണ്. ആ ടൈമിൽ നമുക്കൊന്നും ചിലപ്പോൾ നമ്മൾ മിണ്ടാതെ പോകുമായിരിക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു നോവലുണ്ടല്ലോ, അതിനൊരു പീരീഡുണ്ട്, ടൈമുണ്ട്. അത് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല അതിന് പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, പറയേണ്ട സമയത്ത് പറഞ്ഞ് മുഖത്ത് നോക്കി പറയുവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. പറയാം, ആ സ്പോട്ടിൽ ചിലപ്പം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ പറയാതെ നമുക്ക് പെട്ടെന്ന് ഷോക്കായിട്ട് അങ്ങനത്തത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നാലും 2, 3, 4 മാസം അങ്ങനെയൊക്കെ ഒന്നുമില്ല. ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനെയൊക്കെ ചേച്ചി അങ്ങനെ കാണുന്നത് നെഗറ്റീവ്? 2 പാത്രം ഐസ്ക്രീമാണ് ഞാൻ കഴിച്ചത്. 2 പ്ലേറ്റ്. ഇതെങ്ങനെ ബേൺ ചെയ്യും? നാളെ പട്ടിണി ഇറങ്ങണം. വർക്കൗട്ടൊക്കെ ഉണ്ടോ? വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തോ? മൂവിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ലിം ആവണല്ലേ? സൈസ് 0 ആണോ? അതായത് ഈ ക്യാരക്ടർ ടീച്ചറാണ്, എന്നാലും എൻ്റെ ഒരു തമിഴിലോട്ടൊരു എൻട്രി അല്ലേ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നെങ്കിലും കുറച്ചും കൂടെ ഒന്നും കൂടെ കനം കുറയ്ക്കാൻ വിചാരിച്ചു. തമിഴിൽ 2 വാർത്ത സൊല്ലാമോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ உங்களுக்கு எல்லாருக்கும் சௌக்கியமா, எப்படி நீங்க சாப்பிட்டா, அதே தான் கேட்க അവിടെ പോയി തട്ടിയും മുട്ടിയും അമ്മ. ഇത് ഓഡിഷൻ അല്ലല്ല, ഇത് നമ്മൾ അല്ലാതെ തന്നെ വന്നതാണ്. കുറേ ഈ ഹിന്ദി വന്നതാണ്, നമുക്ക് പരിചയം അറിയാവുന്ന ടീം വന്നതാണ്. നല്ല ടീം തന്നെയാണ്. എനിക്ക് ആ ഡയറക്ടർ നെയിം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേര് ഞാൻ വിട്ടുപോയി. തമിഴിൻ്റെ ഡയറക്ടർ പുള്ളി കുറേ മൂവി അസോസിയേറ്റ് ചെയ്ത് പുള്ളിയുടെ ആദ്യത്തെ മൂവിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. തമിഴായതുകൊണ്ടൊരു വല്ലാത്ത പേരസുണ്ട്. വരുവാടാ, വരട്ടെ. ഒരിക്കൽ ലോകേഷിന്റെ പടത്തിലാണ് വരട്ടെ. പറഞ്ഞത് ശശികുമാർ സാറ്. ആരുടെ കൂടെ അഭിനയിക്കാനുള്ള കൂടുതൽ താല്പര്യം? എനിക്ക് എല്ലാവരോടും അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ്. മലയാളത്തിൽ ആരുടെ കൂടെ? എല്ലാവരും, രണ്ടുപേരും. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനും കുറേ കേട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ അവർ ഇവരെന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെയല്ല, ഓരോ കഥാപാത്രങ്ങൾ വരുമ്പം അവരോടൊരു ഇഷ്ടം തോന്നിക്കും. ആ കഥാപാത്രം മാറുമ്പോൾ അങ്ങനെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ആരെയും പറയാനായിട്ടൊന്നുമില്ല. സജനയ്ക്ക് എന്തായാലും തമിഴാണ് കൂടുതൽ, മലയാളമാണ് താല്പര്യം? മലയാളം വരാനായിരുന്നു നമ്മളെല്ലാവരും മലയാളത്തിൽ തന്നെ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മലയാളമായിരിക്കുമല്ലോ. മലയാളം വരാനായിരുന്നു ആഗ്രഹിച്ചത്. വന്നത് തമിഴായി, പിന്നെ ഹിന്ദിയായി. ഞാൻ മലയാളത്തിലാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ മലയാളത്തിൽ നല്ല വരുന്നത്, അങ്ങനെയാണ് വരുന്നത്. ഇന്റർനാഷണൽ ലെവലാണ്. ബിഗ് ബോസ് ഈ മൂവിയോ? അല്ല, ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ആൾക്കാർ വരുന്നത് തന്നെയാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടായാലും പിന്നെ റെഫറൻസ് കുറേ പോകുന്നുണ്ട്, കുറേ പേർക്ക് റെക്കമെൻഡ് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. വരുന്ന ആരെങ്കിലും നല്ല ക്യാരക്ടർ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഫ്രണ്ട്സുകാർ പറയും ഇന്നാളെന്ന് പറയുന്നത്. ഇനാഗുറേഷൻ കവറാണല്ലോ? കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ 19-ാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട് കോട്ടയത്ത് വെച്ചിട്ട്.
19 ആണല്ലോ ഈ 2 ദിവസം മറ്റന്നാൾ കോട്ടയത്ത് വെച്ചിട്ട്. കോട്ടയത്ത് വെച്ചിട്ട് അതിനെ ഫുൾ ഡീറ്റെയിൽ വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇനാഗുറേഷൻ്റെ ഒക്കെ എന്ത് പറയുന്നു അഭിപ്രായങ്ങൾ? കുഴപ്പമില്ല. അല്ല, ഡ്രസ്സിങ്ങിനെയൊക്കെ പറ്റി ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു വിവാദങ്ങളൊക്കെ. ഓരോരുത്തർക്ക് ഇഷ്ടമല്ലേ ഡ്രസ്സിങ്. പക്ഷേ ഏതായാലും ഒരു ഇനാഗുറേഷൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സിൽ കാണാൻ ഭംഗിയുള്ള ഡ്രസ്സിലും ഒരുങ്ങാനും, പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരുങ്ങാനും ഡ്രസ്സ് ചെയ്യാനും ചേരുന്ന ഡ്രസ്സുകൾ ഇടാനും വെറൈറ്റികൾ ഇടാനും എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ ഇപ്പം വെറുതെ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ സാരി എടുത്തുകൊണ്ട് പോകാനാണോ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്? കല്യാണത്തിന് വരുമ്പോൾ കല്യാണത്തിൻ്റെ ആഡംബരം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ആഡംബരത്തിലല്ലേ പോകേണ്ടത്. പിന്നെ അവരോ ഇഷ്ടത്തിൽ ഓരോരോ ഡ്രസ്സ് ഇടുന്നത്. അപ്പം നീ ടീഷർട്ട് ഇട്ടേക്കുന്നു, അവർ ഷർട്ട് ഇട്ടേക്കുന്നു, അത് അവരവരുടെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ സാരിയിലായാലും അവരോരോ കോസ്റ്റ്യൂം മാറി മാറി കൊണ്ടുവരുന്നത്. അല്ല, ഒരു ഇനാഗുറേഷന് പർദ്ദയിട്ട് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പിന്നെ ഇനാഗുറേഷൻ ഇപ്പം ചിലപ്പം പോകുന്നവർ കാണും ഹിജാബ് ഇട്ട് എത്രയോ പേര് ചെയ്യുന്നുണ്ട്. പർദ്ദ മൂടിയിട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലപ്പം ഞാൻ നല്ലൊരു കാലത്ത് എനിക്ക് പർദ്ദ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പർദ്ദയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഇഷ്ടം. ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ പലതും വ്യത്യാസം ഉണ്ടാകുമല്ലോ. അവരുടെ ക്യാരക്ടർ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഇപ്പം ഞാൻ കാണുന്ന വ്യൂവിലായിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്ന വ്യൂവിലായിരിക്കത്തില്ല ഞാൻ കാണുന്നത്. അവരവരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും അവരവരുടെ വ്യൂസ്. പക്ഷെ മനസ്സിൽ തോന്നുന്ന തുറന്ന് പറഞ്ഞാലാണ് പ്രശ്നം. തുറന്ന് പറയണോട് അതും നമ്മളുടെ സ്പേസാണ്. കാരണം എന്ത് പറയണം പറയണ്ടെന്നുള്ള അതും കൂടെ നമ്മൾ ചിന്തിക്കണം. ഏത് രീതിയിൽ എങ്ങനെ പറയണം, ഏത് പറയണ്ട എന്നുള്ള ചിന്ത നമ്മളെ കയ്യിലിരിക്കുക. പറയേണ്ടടുത്ത് പറയുക, പറയേണ്ടാത്തത് പറയണ്ട. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും. പക്ഷെ ദ്വയാർത്ഥം വരരുതെന്ന് മാത്രം. അവർക്ക് വേദനിക്കുന്ന രീതിയിലാവരുതെന്നേ ഉള്ളൂ. ഇപ്പം നമ്മളായാലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയും, നമ്മൾ 2-3 വട്ടം ചിന്തിക്കും. അവർക്ക് പറഞ്ഞാൽ അതെങ്ങനെ ഫീൽ ചെയ്യും, പറയുന്ന ഒരു സ്ലാങ്ങും കണക്കിരിക്കും. അന്ന് മാറ്റി നിർത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഷം വരില്ല. പക്ഷെ എല്ലാവരുടെ മുന്നിലിട്ട് പറയുമ്പോഴും അത് എല്ലാത്തിനും പറയുന്ന സ്ലാങ്ങും കൂടെ വ്യത്യാസം. ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക, ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക എന്നുണ്ടെങ്കിലും. പക്ഷെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ